ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ദിമേസെ സിസ്റ്റേഴ്സ് എന്ന നമ്മുടെ സന്യാസ സഭയുടെ സ്ഥാപകനായ ആദരണീയനായ ആന്റണി പഗാനി അച്ഛൻ്റെ നൊവേനയുടെ 7ാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ് നാം. മണിക്കൂറുകളോളം ഏകാന്തതയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ച വ്യക്തിയാണ് പഗാനി അച്ഛൻ. തൻ്റെ അനുദിന ജീവിതത്തിൽ ആവശ്യമായ ദൈവകൃപയും ശക്തിയും അച്ഛൻ സ്വായത്തമാക്കിയിരുന്നത് തൻ്റെ പ്രാർത്ഥനകളിലൂടെയായിരുന്നു. ഏകാന്തതയിൽ നമ്മുടെ ആത്മീയ ഗുരുവായ ക്രിസ്തുവിൻ്റെ സ്വരം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും പഗാനി അച്ഛൻ ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എഴുതപ്പെട്ട വിശ്വാസികളുടെ കണ്ണാടി എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു: മന്ദതയിൽ നിന്ന് സ്വയം മോചിതനാകാനും ആത്മാവിൻ്റെ തീഷ്ണത കൈവരിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏതു സമയത്തും നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടത്തോടെ നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദൈവാത്മാവിനോട് സ്നേഹത്തിൽ സംവദിക്കുവാനും അവിടത്തോട് ഒന്നായി ചേരുന്നതിനും വേണ്ടി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കുവാനും പ്രസാദിപ്പിക്കുവാനും ശ്രമിക്കുക. ഇതുവഴി നാം ആയിരിക്കുന്ന അവസ്ഥയെ ദൈവത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ അനുദിനം നവീകരിക്കുവാൻ സാധിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായി നാം കാണുന്നു. ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. അത് ഒരിക്കലും ക്ഷീണിക്കാത്ത ആന്തരിക ശക്തിയെക്കുറിച്ചും പരീക്ഷണങ്ങളിലൂടെ വളരുന്ന സ്നേഹത്തിൽ വേരൂന്നിയതിനെക്കുറിച്ചും ശരീരം ദുർബലമാകുമ്പോഴും ദൈനംദിന ജീവിതത്തിൽ പക്വത പ്രാപിക്കുന്ന പൂർണ്ണതയെക്കുറിച്ചും സംസാരിക്കുന്നു. നന്ദിയോടെ തിരിഞ്ഞു നോക്കാൻ, എല്ലാറ്റിനുമുപരി വിശ്വാസത്തോടെ മുന്നോട്ട് നോക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. കാരണം ദൈവം നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ നാഥനാണ്. പെട്ടെന്ന് മുന്നറിയിപ്പില്ലാതെ കടന്നു വരുന്ന സന്ദർശകനല്ല, മറിച്ച് നമ്മോടൊപ്പം എന്നും കൂടെ വസിക്കുന്ന ഇമ്മാനുവേലാണ്. ഈ സാന്നിധ്യം നമ്മുടെ ദൈനംദിന സഹവാസമായി മാറിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളിൽ, സ്കൂളുകളിൽ, പാവപ്പെട്ടവർക്ക് വേണ്ടി നാം ചെയ്യുന്ന സേവനങ്ങളിലെല്ലാം ക്രിസ്തു നമ്മുടെ ഏറ്റവും അടുത്തുണ്ടായിരിക്കണം. ചുറ്റുമുള്ളവരുടെ വേദനകളിൽ, കണ്ണുനീരിൽ, സഹനങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ നമ്മുടെ സമർപ്പിത ജീവിതത്തിൽ ദൈവകൃപ കൊണ്ടുവരുന്നു. വർഷങ്ങളോളം ക്രിസ്തുവിനു വേണ്ടി ജീവിച്ചതിനു ശേഷം ക്രിസ്തു ആശ്വാസം നൽകുന്ന സാന്നിധ്യമായി മാറുന്ന ഒരു സമയം വരണം. നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഇനി ഒരാവേശമല്ല, മറിച്ച് ഒരു വിശുദ്ധ ശീലമാണെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തണം. ക്രിസ്തു ഒരിക്കലും താൻ തിരഞ്ഞെടുത്ത ഹൃദയങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ല, മറിച്ച് നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങളിൽ തണലായി, വീഴ്ചകളിൽ താങ്ങായി, വേദനകളിൽ ആശ്വാസമായി എന്നും നമ്മുടെ ഉള്ളിൽ ശാന്തമായി വസിക്കുന്നു. ആ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ, അവിടുത്തോടു കൂടെ ചേർന്നിരിക്കാൻ, അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിലെ ഓരോ സീസണിലും ആന്തരിക ശക്തിയുടെയും ആഴത്തിൽ വേരൂന്നിയ സ്നേഹത്തിൻ്റെയും വസിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും നിശബ്ദതയിൽ പക്വത പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ പൂർണ്ണതയുടെയും ഒരു സാക്ഷാത്കാരമായി ജീവിക്കുവാനുള്ള ഒരു ക്ഷണമായി മാറണം നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ നമ്മുടെ ജീവിതം സൂര്യാസ്തമയത്തിലേക്ക് നീങ്ങാതെ ഒരു അനുഗ്രഹമായി മാറുന്നു. കർത്താവ് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ. അവിടുത്തെ പൂർണ്ണതയാൽ നമ്മെ നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുത്തേക്കുള്ള നിശബ്ദമായ സ്തുതിയായി മാറട്ടെ. ആമേൻ.